വായു മലിനീകരണം രൂക്ഷമായ ദില്ലിയിൽ കൃത്രിമ മഴയും വൈകും. മേഘങ്ങളിൽ ഈർപ്പത്തിന്റെ സാന്നിധ്യം 40% കുറവായതാണ് പദ്ധതി വൈകാൻ കാരണം. കൃത്രിമ മഴ പെയ്യിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെ വായു മലിനീകരണം രൂക്ഷമായി. വിവേക് വിഹാർ, ആനന്ദ് വിഹാർ എന്നിവിടങ്ങളിൽ 400 മുകളിലാണ് വായു ഗുണനിലവാര സൂചിക. നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് നോബൽ മാരിക്കാരൻ. പലയിടങ്ങളിലും എയർ ക്വാളിറ്റി ഇൻഡെക്സ് AQI അതിതീവ്രം എന്നുള്ള കാറ്റഗറിയിലേക്ക് നിൽക്കുകയാണ്. അത് ദീപാവലി കഴിഞ്ഞിട്ടും കുറയാത്ത ഒരു സാഹചര്യം. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളും പാളുകയാണോ? വലിയ ബുദ്ധിമുട്ടിലാണോ? പുകയിലാണോ ജീവിതം? ദില്ലിയെ സംബന്ധിച്ചിടത്തോളം വായു മലിനീകരണം നവംബർ ഡിസംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ രൂക്ഷമാകുന്ന സാഹചര്യം നമ്മൾ എപ്പോഴും കാണാറുള്ളതാണ്. ഇത്തവണ അതിൽ മാറ്റങ്ങളൊന്നും ഒക്ടോബർ പകുതിയോളാകുമ്പോഴേക്കും വലിയ വായു മലിനീകരണത്തിലേക്കാണ് ദില്ലി എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൃത്രിമ മഴ പെയ്ച്ചുകൊണ്ട് ഈ വായു മലിനീകരണ തോത് കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ പരമാവധി നടന്നെങ്കിലും അത് പരാജയപ്പെടാതെ പോയതാണ് ഇപ്പോൾ ഏറ്റവും വെല്ലുവിളിയായിരിക്കുന്നത്. എല്ലായിടങ്ങളിലും പ്രത്യേകിച്ച് ദില്ലിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ പലയിടത്തും വായു മലിനീകരണ തോത് വളരെ കൂടി തന്നെയാണ് നിൽക്കുന്നത്. പലയിടത്തും പ്രത്യേകിച്ച് ആനന്ദ് വിഹാർ അതോടൊപ്പം അത്രയിടങ്ങളിലൊക്കെ 400 മുകളിൽ, അതായത് മനുഷ്യർ ശ്വസിക്കാൻ പോലും കൊള്ളില്ലാത്ത വായു എന്താണ് ഈ 400 മുകളിൽ വായു ഗുണനിലവാര സൂചിക രേഖപ്പെടുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുക. അത്തരത്തിൽ ഉള്ള വായു നിലവാര സൂചികയുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പലയിടങ്ങളിലും 300 മുകളിൽ, ദില്ലിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ 300 മുകളിലാണ് വായു ഗുണനിലവാര സൂചിക എന്നതും പ്രധാനപ്പെട്ടതാണ്. ഏതാണെങ്കിലും ദില്ലിയെ സംബന്ധിച്ചിടത്തോളം ദില്ലി അങ്ങനെ ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഇനിയിപ്പോൾ കൃത്രിമ മഴ പെയ്യിക്കാൻ സമയമെടുക്കും എന്നാണ് ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് IIT കാൺപൂരിലെ വിദഗ്ധരടക്കം. ഓക്കെ നോബൽ, എന്തായാലും ദില്ലിയിൽ കൃത്രിമ മഴ വൈകും. എന്തായാലും മഴയോ പെയ്യുന്നില്ല, കൃത്രിമ മഴയെങ്കിലും പെയ്യിക്കാം എന്ന് വിചാരിച്ചപ്പോൾ അതൊട്ട് നടക്കുന്നുമില്ല.